എത്യോപ്യയിൽ നിന്നും കൊച്ചിയിലേക്കുള്ള 2 വിമാനങ്ങൾ റദ്ദാക്കി. എത്യോപ്യയിലെ അഗ്നിപർവ്വതം പൊട്ടിത്തെറി മൂലമുണ്ടായ കരിമേഘങ്ങളാണ് വിമാന സർവീസുകളെ പ്രതികൂലമായി ബാധിച്ചത്. വൈകിട്ട് 6:25 ജിദ്ദയിൽ നിന്ന് കൊച്ചിയിലെത്തേണ്ട ആകാശ എയർ വിമാനം, 6:30 കൊച്ചിയിലെത്തേണ്ട ഇൻഡിഗോയുടെ ദുബായ് വിമാനം എന്നിവയാണ് റദ്ദാക്കിയത്. മിഥുൻ അയ്യപ്പൻ ചേരുന്നു. മിഥുൻ, വിശദാംശങ്ങൾ. കഴിഞ്ഞ ഞായറാഴ്ചയാണ് എത്യോപ്യയിലുള്ള ഈ അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചത്. അതിനെ തുടർന്നുണ്ടായ കരിമേഘങ്ങൾ വിവിധയിടങ്ങളിലേക്ക് വ്യാപിച്ചിരുന്നു. ഇത് പലയിടങ്ങളിലും വ്യോമഗതാഗതത്തെ ബാധിച്ചിരുന്നു. ഇപ്പോൾ കൊച്ചിയിലേക്കുള്ള വ്യോമ ഗതാഗതത്തെ ഇത് ബാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് ജിദ്ദയിലേക്ക് പോകേണ്ട ആകാശ് എയർ വിമാനവും അതുപോലെ തന്നെ ദുബായിലേക്കുള്ള ഇൻഡിഗോ സർവീസുകളുമാണ് റദ്ദാക്കിയിട്ടുള്ളത്. ഇതിന് പകരം ചൊവ്വാഴ്ച ഇത് സംബന്ധിച്ചിട്ടുള്ള സർവീസ് നടത്തുമെന്ന് ഇൻഡിഗോ അറിയിച്ചിട്ടുണ്ട്. ഈ ആകാശ് എയർവേസിൻ്റെ പുതുക്കിയ തീയതി അത് തീരുമാനമായിട്ടില്ല. ഇത് വലിയ രീതിയിൽ ഈ പുകപടലങ്ങൾ, ഈ കരിമേഘങ്ങൾ വ്യാപിക്കുന്നത് വ്യോമഗതാഗതത്തെ വരും ദിവസങ്ങളിൽ കൂടുതൽ ബാധിക്കുമെന്നുള്ള ഒരു വിവരം തന്നെയാണ് ഇപ്പോൾ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. ഡൽഹി, മുംബൈ അടക്കമുള്ള മേഖലകളിലേക്ക്, വിമാനത്താവളങ്ങളിലേക്ക് ഇത് ഈ തടസ്സം, ഈ കരിമേഘങ്ങളുടെ മൂലമുണ്ടാകുന്ന വ്യോമ തടസ്സം ബാധിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ നിലവിൽ വിലയിരുത്തുന്നത്. കണ്ണൂരിൽ നിന്നുള്ള വിമാനവും നേരത്തെ റദ്ദാക്കിയിരുന്നു. ഇത്തരത്തിൽ 3 വിമാനങ്ങളാണ് ഇപ്പോൾ കേരളത്തിൽ റദ്ദാക്കിയതായി ഇതുവരെയുള്ള വിവരങ്ങൾ. തുടർന്നുള്ള ദിവസങ്ങളിൽ മേഘങ്ങളുടെ സഞ്ചാരപാത അനുസരിച്ച് കൂടുതൽ കരുതൽ എടുക്കുന്നതിൻ്റെ ഭാഗമായി ഇത്തരത്തിൽ വിമാന സർവീസുകളെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. അനിൽ നമ്പ്യാർ. നന്ദി മിഥുൻ. എത്യോപ്യയിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള 2 വിമാനങ്ങൾ റദ്ദാക്കി. എത്യോപ്യയിലെ അഗ്നിപർവ്വതം പൊട്ടിത്തെറി മൂലമുണ്ടായ കരിമേഘങ്ങളാണ് വിമാന സർവീസുകളെ പ്രതികൂലമായി ബാധിച്ചത്. മിഥുൻ അയ്യപ്പനാണ് കൊച്ചിയിൽ നിന്ന് വിശദമായ വിവരങ്ങൾ നൽകിയത്.